അങ്ങനെ 9-ാം സ്കന്ധം കഴിഞ്ഞ് നിർത്തി. പ്രോച്യോദ്ധവായ ച പരം സമകാൽ സ്വധാമ. ഇത് അവസാനം പാദത്തിൽ നമസ്കരിച്ച ഉദ്ധവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ബ്രഹ്മാദി ദേവന്മാർ നോക്കി നിൽക്കെ തൻ്റെ രൂപം അങ്ങോട്ട് മറച്ചു ഭഗവാൻ എന്ന് പറഞ്ഞ് കഥ മുഴുവൻ തീർന്നു. 7 ദിവസം കൊണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ആൾ 4-ാം ദിവസമായപ്പോൾ എല്ലാം തീർന്നു. അങ്ങനെ പറഞ്ഞ് നിർത്തുമ്പോൾ ശ്രദ്ധ ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കും. അപ്പം പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ അവിടെ നിർത്തിയത്. പഠിപ്പിക്കുന്ന ആചാര്യന്മാർ ശിഷ്യന്മാർക്ക് കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കിക്കൊണ്ട് വേണം പഠിക്കാൻ, ഒരിക്കലും മുഷിപ്പ് തോന്നരുതെന്നാണ്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ സുന്ദര രൂപം വർണ്ണിച്ചതിന് ശേഷമാണ് രൂപം മറച്ചു വിട്ടോ ഭഗവാൻ എന്ന് പറഞ്ഞു നിർത്തി. അപ്പോൾ ഭക്തന്മാർക്ക് വല്ലാതെ വിഷമാവും. സാധാരണക്കാർക്ക് പോലും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വിഷമാവും. അപ്പോഴാണ് വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന, ഇങ്ങനെയുള്ള ആൾക്കല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് വിസ്തരിച്ച് തന്നെ പറയാൻ തുടങ്ങി. അങ്ങനെ ഭഗവാന്റെ അവതാരമൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ അവതാരം, പൂതന, മോക്ഷം, വിശേഷമായിട്ട് ആ ഓരോ കഥയ്ക്കും തൽകഥാസുതു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ എന്നാണ്. ഗ്രന്ഥത്തിന് ആകെ ഓരോ അധ്യായത്തിന് മാത്രമല്ല ശ്ലോകേ ശ്ലോകേ പദേ പദേ, ഓരോ ശ്ലോകത്തിനും ഓരോ പദത്തിന് പോലും അത് വ്യാഖ്യാനിച്ചാൽ എന്തായി തീരും? വേദാർത്ഥമായിട്ട് തീരും. തൽകഥാസു തു വേദാർത്ഥ ശ്ലോകേ ശ്ലോകേ പദേ പദേ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പൂതനാമോക്ഷമൊക്കെ നിഗ്രഹിക്കാനായിട്ട് കാളകൂട വിഷം കൊണ്ട് ചെന്ന് പൂതനയ്ക്ക് പോലും ഭഗവാൻ മുക്തി കൊടുത്തു എങ്കിൽ യഥാശക്തി എന്തെങ്കിലും ഒന്ന് ഭഗവാന് കൊണ്ട് സമർപ്പിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നുള്ളതിന് ഇനി വേറെ വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാണ് കിം പുനഃ ശ്രദ്ധയാ ഭക്തിയാ കൃഷ്ണായ പരമാത്മനെ യച്ഛൻ പ്രിയതമങ്കിന്നു രക്താ തന്മാതരോ യഥാ എന്ന് പറഞ്ഞാണ് ആ കഥ. അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു സന്ദേശം തരാനാണ് ആ പൂതനാമോക്ഷം അവിടെ അത് വർണ്ണിച്ചതൊരധ്യായത്തിൽ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും പരീക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. യച്ഛൃണ്വതോപൈത്യരതിർവിതൃഷ്ണാം സത്വഞ്ച ശുദ്ധ്യത്യചിരേണ പുംസഃ ഭക്തിർഹരൗ തൽപുരുഷേ ച സഖ്യം തദേവ ഹാരം വദമന്യസേ ചേത്. ഭഗവത് കഥാശ്രവണത്തിൻ്റെ മഹത്വം പറഞ്ഞവിടെ അതാണ്. യച്ഛൃണ്വത, ഭഗവത് കഥ കേൾക്കുന്ന ആളുകളുടെ അപൈതി അരതിഹി, അരതി ഇല്ലാതാവും. അരതി എന്ന് പറഞ്ഞാൽ ആലസ്യം, താല്പര്യമില്ലായ്മ, കഥ കേൾക്കാനുള്ളൊരു താല്പര്യമില്ല. അങ്ങനെയുള്ളൊരു ദോഷമുണ്ടല്ലോ. നമുക്ക് സർവശ്രേയസ്സും തരുന്ന കഥാശ്രവണ കൗതുകം അതില്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ കേട്ട് തടഞ്ഞാൽ അങ്ങനെയുള്ള ആലസ്യം, ആലസ്യം ഹി മനുഷ്യാനാം ശരീരസ്ഥോ മഹാൻ രിപുഹു. ആലസന്മാർക്ക് ഒരധ്യായം പോലും വായിക്കാൻ പറ്റില്ല. അഗ്രേ പശ്യാമി എന്നൊരു ദശകം പോലും ജപിക്കാൻ പറ്റില്ല. നാളെ ആവാം പിന്നെ ആവാം വേണ്ടാന്ന് വെച്ച് കൊടുക്കും. എല്ലാവരും നോക്കിയാൽ മതി. ഇതാണ് ആലസ്യം. ഏറ്റവും വലിയ രിപു ആരാന്ന് ചോദിച്ചാൽ ആലസ്യം. ഷഡ്രിപുക്കളിൽ പറഞ്ഞിട്ടില്ല അത്. വിശേഷമായിട്ടൊരു മഹാൻ രിപൂന്ന, മറ്റൊക്കെ രിപുക്കളാണ്. കാമക്രോധാദികളൊക്കെ രിപുക്കൾ. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ രിപുഹു. ഏറ്റവും വലിയ ശത്രു. ആ ശത്രുവിനെ തന്നെ ഇല്ലാതാക്കും ഭഗവത് കഥകൾ. അതാണ് യച്ഛൃണ്വതോപൈത്യരതിർ വിതൃഷ്ണ. അതുപോലെ തന്നെ വിതൃഷ്ണ, മറ്റ് വിഷയങ്ങളിലൊക്കെ വലിയ വലിയ ആഗ്രഹം, ഇത് താല്പര്യമില്ല. വിഷയങ്ങളിൽ വലിയ ആസക്തി, അതാണ് വിതൃഷ്ണ. അതും ഇല്ലാതാക്കും. വിഷയാസക്തി
ഭഗവത് കഥ കേൾക്കാൻ താല്പര്യമില്ലാതെ പല വിഷയങ്ങളിലേക്കും പോകുന്ന മനസ്സിൽ അതിൻ്റെ ആ സ്വഭാവം അങ്ങോട്ട് ഇല്ലാതാക്കും, അലസത ഇല്ലാതാക്കും. പിന്നെയോ അതാണ് യച്ഛൃണ്വതോപൈത്യരതിർവിതൃഷ്ണ സത്വം ച ശുദ്ധ്യതി അചിരേണ പുംസഃ. സിദ്ധ്യന്തി ജന്മാന്തരൈ എന്നല്ല, വളരെ എളുപ്പത്തിൽ കേട്ട് തുടങ്ങുന്നതോടുകൂടി മനസ്സിന് അങ്ങോട്ട് ശുദ്ധി വരും. മനസ്സിന് അശുദ്ധി ഉണ്ടാക്കിയെന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി നല്ല ശുദ്ധി വരും. ഭക്തിർ ഹരൗ, എത്രയോ കോടി ജന്മങ്ങളെ കൊണ്ട് കിട്ടേണ്ട ഭക്തി അതും അചിരേണ വളരെ വേഗത്തിലുണ്ടാവും. ഭക്തിർ ഹരൗ തൽപുരുഷേച്ച സഖ്യം. ഭഗവാന്റെ ഏകാന്ത ഭക്തന്മാരായിട്ട് വലിയ താല്പര്യം അവരെ കാണാനും കഴിയും. അവരാണ് നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും മൂലം എന്ന് മനസ്സിലാക്കി അവരോട് കൂട്ടുകൂടും. അതാണ് തൽപുരുഷേച്ച സഖ്യം. പരീക്ഷിത്ത് പറയാ തദേവ ഹാരം വദ മന്യസേ ചേതു. അതുകൊണ്ട് അങ്ങനെയുള്ള കഥകൾ മാത്രം പറഞ്ഞു തരണം. അങ്ങയുടെ മുഖത്തുനിന്ന് കേൾക്കും തോറും നൈഷാതിദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപി ബാധത്തെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അങ്ങനെ പറഞ്ഞു തരാം. അപ്പം അതുകൊണ്ട് ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെ ഗുരുനാഥൻ്റെ അടുക്കെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയുള്ള കഥകൾ അങ്ങനെ പറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് 5-ാം ദിവസം രാജസൂയൊക്കെയാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ അവിടെ വായിച്ച് നിർത്തിയത്. അങ്ങനെ ഓരോന്ന് കേൾക്കും തോറും കൂടുതൽ കേൾക്കാൻ താല്പര്യം. എന്തൊന്ന് ശുഖബ്രഹ്മർഷി പറയുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഭക്തി ഉണ്ടാകുന്നത്. എന്താണ് മനസ്സിന് ആ ശരിയായിട്ടുള്ള ആ സുഖം കിട്ടാൻ തടസ്സം ആയിട്ട് നിൽക്കുന്നത്? മനസ്സിൻ്റെ ചലനം. മനസ്സ് ചലിച്ചുകൊണ്ടിരുന്നാൽ സുഖദുഃഖങ്ങൾ ഇങ്ങനെ മാറിയൊക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിന് എവിടേക്കാണ് ആൾക്കാർ പോകുന്നത്? എല്ലാവരും പോകുന്നത് മനസ്സ് വിഷയങ്ങളിലേക്ക് പറഞ്ഞു വെച്ച് എവിടെ നിന്നൊക്കെയോ സുഖം കൊണ്ടുവരാനാണ്. അതുകൊണ്ടാണ് അത് കിട്ടാത്ത. പുറമേ എല്ലാം ഇരിക്കണേ. അതുകൊണ്ടാണ് അവനവൻ്റെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അന്തർമുഖനായിട്ട് തീരണം, ബഹിർമുഖനായിട്ട് പറ്റില്ല. അന്തർമുഖനാക്കി തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ്. അതിന് ഭഗവത് കഥയ്ക്ക് മാത്രമേ പറ്റുള്ളൂ.